ജനാധിപത്യ രാജ്യമാണ്. ഇത് ഉറക്കെ പേർത്തും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്ത് നമ്മുടെ കുട്ടികൾ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ കുട്ടികളെ ഇന്ത്യ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് പോലും, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പോലും, MP-മാർക്ക് പോലും, മുഖ്യമന്ത്രിമാർക്ക് പോലും ഒരു തരത്തിലുമുള്ള ഒരു വിലയും കൊടുക്കാത്ത, ഒരു ജനാധിപത്യ ബോധത്തിലൂടെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിലയും കൊടുക്കാത്ത പോലീസ് രാജ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലെല്ലാം അവിടെയുള്ള കുട്ടികൾ ആരോപിക്കുന്നത് പോലീസുകാർ ഞങ്ങൾ ആക്രമിക്കുന്നത് ശരി, അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടാണ്. പോലീസുകാരല്ലാത്ത കൃത്യമായിട്ടും സിവിൽ ഡ്രസ്സിൽ വന്നിട്ടുള്ള സംഘികൾ കൂടി ഇതിനൊപ്പം കൂടി ചേർന്നിട്ടുണ്ട്. അവരാണ് ആക്രമിക്കുന്നത്. ആക്രമണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടിയുടെ തലപ്പത്ത്, അവരടിക്കുന്ന വടിയുടെ തലപ്പത്ത് ആണി കുത്തിക്കയറ്റിയിട്ട് അതുകൊണ്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ സമരം കഴിഞ്ഞാൽ പോലും ഈ കുട്ടികൾ വൃത്തിയായിട്ട് എഴുന്നേറ്റ് നടക്കരുതെന്നുള്ള ഒരു ഉദ്ദേശമുള്ളത് പോലെ പോലീസിനൊപ്പം അവർ നടക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആ കുട്ടിയുടെ ദേഹത്ത് മുഴുവൻ ആണി കയറിയ പാടുകളാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ചില ആളുകളെയാണ്. ഇവരാരാണ്? ഇവരെങ്ങനെയാണ് പോലീസ് എന്നുള്ള നിലയ്ക്ക് വരുന്നത്? സംഘികളെ വാടകയ്ക്ക് എടുത്തിട്ടാണോ അവർ ആക്രമണം അഴിച്ചുവിടുന്നത്? കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. സംഘികളായിട്ടുള്ള യൂട്യൂബേഴ്സ് മുഴുവൻ ഈ സമരത്തിനെതിരെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ലോകത്താണിവർ? എന്താണ് ഇവർക്കൊക്കെ വേണ്ടത്? ഗോദി മീഡിയ ആയിട്ട് ഇവിടെയും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതാരാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യൻ ആരാണ്? ഇയാളൊരു പോലീസുകാരനാണ്? അല്ല. ആ ചപ്പൽ കണ്ടാൽ, ആ വസ്ത്രം കണ്ടാൽ, ആ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവിടെയുള്ള സമരം ചെയ്യുന്ന കുട്ടികളെ അതിഭീകരമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഇയാളാരാണ്? ഇയാൾക്ക് ഇങ്ങനെ ആക്രമിക്കാൻ അനുവാദം കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതാ എങ്ങനെയുണ്ട് നോക്കൂ. കഴിഞ്ഞിട്ടില്ല, വീണ്ടും രണ്ടുപേർ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ ഇവരാരാ? ചില ആളുകളെല്ലാം അവിടെ താടി വെച്ചുകൊണ്ട്, ഈ താടി വെക്കുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ പോലീസിലുണ്ടോ എനിക്കറിയില്ല. താടി വെച്ചുകൊണ്ട് ഒപ്പം തന്നെ പോലീസ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. എന്ത് ഭീകരമായിട്ടുള്ള നാടകമാണ് ഇതിന്റെ പുറകിൽ അരങ്ങേറുന്ന ആലോചിച്ച് നോക്കി. അവിടുത്തെ പോലീസുകാര് സംഘികളെ വാടകയ്ക്ക് എടുക്കുന്നു, അവർക്ക് വസ്ത്രം കൊടുക്കുന്നു, പോലീസ് ഡ്രസ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു വരാൻ പറയുന്നു. അവർ ആ പോലീസ് ഡ്രസ്സുമായിട്ട് വരുന്നു. അവർക്ക് ഇതിനൊക്കെ പുറത്ത് ഇപ്പുറത്തുള്ള കുട്ടികൾക്ക് വിവരമുണ്ട് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയില്ല. സിവിൽ ഡ്രസ്സിന് പകരം പോലീസ് ഡ്രസ്സൊക്കെ ധരിച്ചു വന്നു. പക്ഷേ പേരില്ലാത്ത വസ്ത്രം ധരിച്ചു വരാൻ എങ്ങനെയാണ് ഇവർക്ക് അനുവാദം കൊടുക്കുന്നത്? അപ്പോൾ ഗുണ്ടകളെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ കുട്ടികളെ അടിച്ചമർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കുട്ടികളെ ചോദിക്കണ്ടേ, നിങ്ങൾ BJPയുടെ ഗുണ്ടയാണോ? നിങ്ങൾ BJPയുടെ ഗുണ്ടയാണ്? അതാ ഒരു ഗുണ്ടയെ നോക്കൂ. ആ കുട്ടികളുടെ ഏറ്റവും മാന്യമായ ചോദ്യം ഇതാണ്: ഇദ്ദേഹം ആരാണ്? കയ്യിൽ രാഗിയും കെട്ടി ചരടും കെട്ടിയിട്ട് സാധാരണ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളൊക്കെ ആരാണ് എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇരിക്കുന്ന ദൃശ്യം കാണാം. കണ്ടില്ലേ? ഇങ്ങനെ സിവിൽ ഡ്രസ്സില് കാതിൽ കടുക്കിന് മണിഞ്ഞുകൊണ്ട് ആക്രമിക്കുകയാണ്. ഇനിയും കാണൂ, ഒരുപാട് ദൃശ്യങ്ങൾ കാണാം. ഇതാ വടിയുടെ തലപ്പത്ത് ആണി ഫിറ്റ് ചെയ്ത അത്തരം സംഗതികൾ കൊണ്ടാണ് ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി കൃത്യമായിട്ട് കേൾക്കൂ. കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വാടകക്കാരാണ്.
आप ड्यूटी पे हो ना? हाँ। या आपकी शूज भी स्पोर्ट शूज अलाउ रहते हैं क्या? हम प्राइवेट आदमी हैं, हमारे अलाउ नहीं। अच्छा प्राइवेट आदमी, आपका नाम क्या है? शुभ्रा। എങ്ങനെയുണ്ട്? ഞങ്ങൾ പ്രൈവറ്റ് ആക്ടീവാണ്, ഞങ്ങൾ പ്രൈവറ്റ് പോലീസുകാരാണ്. ഇനി കുറച്ചു മുമ്പ് കണ്ട ആ 2 ഗുണ്ടകൾ പോലീസിനൊപ്പം സഞ്ചരിക്കുന്നതും കാണാം. അങ്ങനെയാണെങ്കിൽ ആ ഗുണ്ടകൾക്ക് ആ പോലീസുകാർ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. കഴിഞ്ഞിട്ടില്ല, ഇനിയും നിങ്ങൾ കാണാം ആ മറ്റേ ഗുണ്ടയെ. ഈ പാവം കുട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നീറ്റ് പരീക്ഷ വൃത്തിയായിട്ട് നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ, അതിന്റെ പേപ്പർ ലീക്കായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് അടക്കം എത്തിയതിന്റെ പേരിൽ 22ഓളം കുട്ടികളാണ്, 22ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അവർക്ക് നീതി വേണം. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം രാജിവെക്കണം. ഇപ്പോഴും പുതിയ മുദ്രാവാക്യം കൂടി ഒപ്പം ചേർന്നിട്ടുണ്ട്, പ്രധാനമന്ത്രി കൂടി രാജിവെക്കണം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തന്നെയാണ് വേണ്ടത്. ഒരു പരീക്ഷ പോലും നീറ്റായിട്ട് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ്? എത്രയോ ദിവസങ്ങളായി ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നിശബ്ദമാക്കി ഈ സമരത്തെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങളെല്ലാം അവരെ കയ്യിൽ തന്നെ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഭീകരമായിട്ടുള്ള സംഭവം, ഈ ആക്രമിക്കുന്നവർ മിക്കതും എന്താണ്? സംഘികളാണ്, പോലീസുകാരല്ല എന്നുള്ളതാണ്. ബൈ.